കോഫി. നീ തടി കൂടിട്ടാ ഞാൻ കുറച്ചതല്ലേ, ഞാൻ തവണില്ലേ അടങ്ങി ഒതുങ്ങി ഒരു പത്തിരിക്കണില്ലേ. ഹലോ, ചായ ടൈം. അതെ, ടീ ടൈം. കോഫിയാണ്. എല്ലാവർക്കും സുഖല്ലേ? വീണ്ടും ഞാൻ എല്ലാവർക്കും സുഖല്ലേ? അല്ല, അതൊരു സ്നേഹാന്വേഷണം നമ്മൾ ചോദിക്കണമല്ലോ, അതുകൊണ്ട് ചോദിക്കണം കേട്ടോ. ഞാൻ ഇന്നിപ്പോ രാവിലെ എന്താ പറയാ, ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. ഭയങ്കര ചില ദിവസങ്ങളിൽ എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല, ചില ആൾക്കാരൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരൊക്കെ പറയാറുണ്ട് കേട്ടോ, ഒരു സുഖം ഉണ്ടാവില്ല പണികൾ ചെയ്യാനും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് പണിയൊക്കെ ചെയ്യും. പക്ഷെ എന്നാൽ നമുക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര ഓഫായിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നില്ല, പണികൾ ചെയ്തിട്ടും തീരില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് വന്നു കേട്ടോ. വീഡിയോ എടുത്തു അല്ലേ? നിങ്ങൾ പൊടിയിട്ടില്ലേ? ഇന്നലെ നീലമരി ഇട്ടു. എന്തായാലും ബ്ലാക്ക് ആയിട്ടില്ലേ? കുറച്ചുണ്ട്. എന്നാലും ഇടയിൽ ഒന്ന് രണ്ട് വെള്ളയോ റെഡ്. അതല്ല, നിക്ക് വെള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറൂണ് പോലത്തെ അങ്ങനെ ഒരു കളറ് ഇവിടെ ഈ കൃതാവിന്റെ ഈ ഭാഗത്ത് അത്യാവശ്യം നിരവന്നുണ്ട്. കൃതാവ് അത്യാവശ്യം നല്ല കൃതാവ് മൊത്തം നരച്ചിട്ടുണ്ട്. വയസ്സനൊക്കെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വയസ്സൊന്നുമല്ല, എന്നാലും ഇന്നത്തെ കാലത്ത് ഞങ്ങളെ പോലെ ചെറിയ പിള്ളേർക്ക് വരെ നര വരുന്നുണ്ട്. അറിയോ നിനക്ക്? കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. 30 വയസ്സിലൊരു കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ പ്രായം മനസ്സിലാക്കാലോ. എന്റെ പ്രായം കറക്റ്റായിട്ട് പറയല്ലേ? അല്ല പറയാ. പക്ഷെ ഉണ്ണേട്ടന് നല്ല ചെറുപ്പത്തിലേ നല്ല 30. അതെന്തറിയോ, നിനക്ക് എപ്പോഴും ഒരു മുടി പോലും നരച്ചില്ല. കാരണം എന്താ അറിയോ? അല്ല, എന്താ കാരണം വെച്ചാൽ തല വർക്ക് ചെയ്യുന്നില്ലല്ലോ. തല വർക്ക് ചെയ്യണോണ്ടത്. അത് കൊണ്ടാണ് നിങ്ങളുടെ നന്നായി തല വർക്ക് ചെയ്യണോണ്ടാ നരക്കണത്. തല ഉപയോഗിക്കാത്ത കാരണം നരയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നതല്ല, ടെൻഷൻ കൂടിയാലും ടെൻഷൻ കൂടിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ 2 സൈഡും കൊണ്ട് നരച്ചു തുടങ്ങിയത്. പെട്ടെന്ന് ടെൻഷൻ നല്ലോണം കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് നരയ്ക്കുന്നുണ്ട്. ഉണ്ണേണ്ണ ആവശ്യമില്ലാത്തതിനൊക്കെ ടെൻഷനാ, അത് പറയണല്ലോ. എന്താ പറയാ, വെറുതെ ടെൻഷൻ അടിച്ചു. ഞാൻ വെറുതെ ടെൻഷൻ, എന്താ പറയാ, ഭാവി കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഈ ടെൻഷൻ. അത് അറിയാം, എന്നാലും എപ്പോഴും നമ്മള് കുറച്ച് എൻജോയ് ചെയ്യേണ്ട സമയത്തൊക്കെ ഈ ടെൻഷൻ അടിച്ചിരുന്നിട്ട് വല്ല കാര്യം. അല്ല, ഞാൻ ഭാവി ആലോചിച്ചിട്ട് ടെൻഷൻ. നീ പാസ്റ്റ് ആലോചിച്ചിട്ടാണ് നിന്റെ ടെൻഷൻ. ഞാന് പഴയ കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് ടെൻഷൻ. എനിക്കൊരു ഭാവി ആലോചിക്കണം. മക്കളും ഭാര്യയൊക്കെ ഉണ്ട്. അവൾക്കല്ല, പാസ്റ്റ് കഴിഞ്ഞ കാലങ്ങൾ ആലോചിച്ചിട്ട് അവൾ ടെൻഷൻ അടിക്കണം. എന്താ ചെയ്യാ, അത് കൊറേയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആഴ്ന്നിറങ്ങിയ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. ടെൻഷൻ അല്ല വിഷമം. അത്രേ ഉള്ളൂ. ഇതിന്റെ എന്നോട് ടിപ്സ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഞാൻ ചെയ്യണെന്ന് വെച്ചാൽ ഹെന്ന പൗഡർ ഞങ്ങൾ വാങ്ങിക്കണത് എവിടുന്ന ഹെന്ന വാങ്ങിക്കുന്ന വൈദ്യരത്നം ഞാൻ വാങ്ങിക്കാറ്. എല്ലായിടത്തും പറ്റുമായിരിക്കും. ഞാൻ വൈദ്യരത്നം വാങ്ങിക്കണ മാത്രം. വൈദ്യരത്നം വാങ്ങിക്കും. എന്നിട്ട് മൈലാഞ്ചിപ്പൊടിയും വാങ്ങിക്കും, പിന്നെ നീലമരിയും വാങ്ങിക്കും. ഈ മൈലാഞ്ചിപ്പൊടി ഇട്ടിട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറാവും. പിന്നീട് പിറ്റേ ദിവസം നമ്മൾ നീലമരി ഇടുമ്പോൾ ബ്ലാക്ക് ആവും. അതാണ് ഇതിന്റെ. അപ്പൊ നര വന്ന സമയത്ത് ഇതൊന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ സൗണ്ട് കേൾക്കണത് അവിടെ പണിയാവൻ മോതിരം അടിക്കാൻ. അതാണ് ഈ സൗണ്ട് കേട്ടോ. അപ്പൊ ഉണ്ണേട്ടന് ഈ നര വന്ന് തുടങ്ങിയ ടൈമിൽ പറയല്ലേ, തുടങ്ങിയ സമയത്ത് ഞാൻ പറയുന്നു, ഉണ്ണേട്ടൻ ഡൈ ചെയ്യ്, നരയ്ക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, നിങ്ങൾ ഡൈ ചെയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ണേട്ടൻ അത് കേൾക്കാറില്ല. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല. ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട്, ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബ്ലാക്ക് കളറിലേക്ക് ഡൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിയുള്ള മുടികൾ നരയ്ക്കും പറയുന്നുണ്ട്. എന്തുകൊണ്ടാ അറിയില്ല, കെമിക്കൽ അല്ലേ. എന്റെ ഫ്രണ്ട് ആ ചേച്ചി ഫ്രണ്ടാണ്, പക്ഷെ എന്നെക്കാട്ടിലും പ്രായമുണ്ട്. അപ്പൊ ആ ചേച്ചി, ഞാൻ ചേച്ചി എന്നാ വിളിക്കാറ്. അപ്പൊ ആ ചേച്ചി ഇതുപോലെ, ആ ചേച്ചിക്ക്
27 വയസ്സിൽ 28 വയസ്സിലുണ്ട്. ഈ ഭാഗത്തുനിന്ന് 2 നര അങ്ങോട്ട് വന്നത്, 2 നര. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന വശത്തായിട്ട്. അപ്പോൾ അവിടെ രണ്ടും ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ ഇല്ലേ, അതെടുത്തിട്ട് പരട്ടിയിരുന്നു. അതിന് ശേഷം പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നരയ്ക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ആ ചേച്ചി പറഞ്ഞിരുന്നത്. തേച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ലോണം അങ്ങനെ വെള്ള കളർ പോലെ പിന്നെ ഫുള്ള് നരക്കുന്ന പറയണത്. അപ്പൊ അത് ആദ്യമേ ഞാൻ കേട്ട കാരണം ഞാൻ ബാധിക്ക് പോയിട്ടില്ല. ഇവിടെ ചെറുതായിട്ട് കണ്ടപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഹെന്ന വാങ്ങിക്കും, വൈദ്യരത്ന ഹെന്ന വാങ്ങിക്കും. പിന്നെ അതിലും കെമിക്കൽ വല്ലതും ഉണ്ടോ അറിയില്ല, പക്ഷെ എന്നാലും മറ്റേ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അപ്പൊ ഹെന്ന വാങ്ങിച്ചത് ഞങ്ങൾ എങ്ങനെ വെച്ചാല് നമ്മൾ ഈ മറ്റേ ഹാർഡ്വെയർസ് കടയിൽ പോയിട്ട് ഇരുമ്പിന്റെ ചട്ടി കിട്ടും അല്ലേ, അത് എന്തിനു ഉപയോഗിക്കണത്? പത്തിരിയുടെ അല്ല, ചെറുതാണ്, വളരെ ചെറുതാ, ഇരുമ്പിന്റെ ചട്ടി. ഈ കടുകൊക്കെ തളിക്കാൻ പറ്റുന്നത് ചെറിയ മരത്തിന്റെ പിടുത്തൊക്കെ ഉള്ള ഒരു ഇരുമ്പിന്റെ ചട്ടി വാങ്ങിച്ചു. അപ്പൊ ആൾക്കാർ പറഞ്ഞാണ് ഇരുമ്പിന്റെ ചട്ടിയിൽ അത് ചെയ്യണം എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ആ ഒരു ഇരുമ്പിന്റെ ഒരു കറയും കൂടി വരുമ്പോ ഒന്നും കൂടി എഫക്ട് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു 2-3 സ്പൂണില്ലേ ചായപ്പൊടി, 3 സ്പൂൺ ചായപ്പൊടി നമ്മള് തിളപ്പിച്ച് നല്ലോണം കുറച്ച് 2 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആക്കി മാറ്റും. 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് ആക്കും. എന്നിട്ട് നല്ല കുറുകി അതിന്റെ വരും. എന്നിട്ട് നമ്മൾ അത് അരിച്ചിട്ട് ഈ നമുക്ക് തലയ്ക്ക് ആവശ്യമുള്ള ഈ ഹെന്ന പൗഡർ എടുക്കുക, ഈ ചട്ടിയിൽ എടുത്തിട്ട് ഈ ചായപ്പൊടി അതിലേക്ക് ചായയുടെ വെള്ളം അതിലേക്ക് ഒഴിക്കും. അരിച്ചിട്ട് ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് രാത്രി ചെയ്യാറ്. രാത്രി ചെയ്തിട്ട് അങ്ങനെ അത് എടുത്തു വെക്കും. എത്ര മണിക്കൂർ? 12 മണിക്കൂർ ആ മിക്സിങ് ഇരിക്കണം. മിക്സ് ചെയ്തിട്ട് വെക്കണം. അങ്ങനെയൊക്കെ പറയണത്, നമ്മൾ അതുപോലെ ചെയ്യണം മാത്രം. അതിത് ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു, ഓരോരുത്തരടുത്ത് പറഞ്ഞത് കേട്ടിട്ടൊക്കെയാണ് ഞങ്ങളിത് ചെയ്തിട്ട്. പക്ഷെ ഫസ്റ്റ് ചെയ്തപ്പോ നമുക്ക് അത് വർക്കൗട്ട് ആയില്ല, ശരിയായില്ല. പിന്നെ ഫസ്റ്റ് നമ്മുടെ മുടിക്ക് അത് സെറ്റ് ആവില്ല. പിന്നീട് 3-4 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിയായി വരും. അപ്പൊ നമ്മൾ എന്നിട്ട് 12 മണിക്കൂർ ഇത് എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് എടുത്തിട്ട് നമ്മൾ തലയിൽ തേക്കുന്നത്. ഞാൻ അങ്ങനെ വെച്ചാൽ ഒരു സ്പൂൺ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പതുക്കെ തേച്ച് ഇത് ചെയ്യാറ്. അപ്പൊ നരയൊക്കെ ഉള്ളിടത്ത് തേക്കും. അപ്പൊ അത് തേച്ചിട്ട് ഒരു 1.5 മണിക്കൂർ മിനിമം ഇരിക്കണം എന്ന് പറയാം. അപ്പൊ ഞാൻ 2 മണിക്കൂർ ഇരിക്കും. ഇത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റില്ല. കാരണം എന്താ അറിയോ, ജോലിക്ക് ടൈമിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ തലനീരിറക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അല്ല എല്ലാവർക്കും പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തലനീര് ഇറക്കമുള്ള ആളാണ് ഈശ്വരൻ. ഞാനിപ്പോ നരയൊക്കെ വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിക്കായിരുന്നു. എനിക്ക് അധികം എണ്ണയൊന്നും തലയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഷോൾഡറൊക്കെ അങ്ങോട്ട് കടഞ്ഞ് തലവേദനയൊക്കെ വരും. അങ്ങനത്തെ ഒരു ഇതാ. അതുകൊണ്ട് അധികം നേരം എണ്ണയൊന്നും ഞാൻ തേക്കില്ല. കുറച്ചു നേരം തേച്ചിട്ട് അപ്പൊ തന്നെ കഴുകിക്കളയും. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുക. നീരിറക്കത്തിന്റെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ സമയം വേണം, നല്ല സമയം വേണം. 2 മണിക്കൂർ ആയിരിക്കണം. അപ്പൊ ഈ ജോലിക്ക് പോണവർക്കും തിരക്കുള്ളവർക്കും ഒന്നും പറ്റില്ല. വീട്ടിൽ തന്നെ പണി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഇത് തലയിലിട്ടിട്ട് 2 മണിക്കൂർ ജോലി ചെയ്യാം. ഞാൻ സ്റ്റോൺ ഫിക്സിങ് കാലത്താണ്. അപ്പൊ ഞാനത് ഇത് തലയിലിട്ടുണ്ട് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ അത് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും എന്റെ പണി കഴിയുമ്പോഴേക്കും പിന്നെ അത് തലയിൽ കഴുകിയെടുക്കാം. അപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും ഇത് പറ്റില്ല. എന്നിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ബ്രൗൺ കളർ ആവില്ല, അത് ചെറുതായിട്ടാവുള്ളൂ. പിന്നീട് നമുക്ക് 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ സെറ്റാവും തലയ്ക്ക്. അങ്ങനെ കഴുകി കളഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ചെയ്യാറ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ശരിക്കും ഈ വെള്ളമുടി പോയിട്ട് അതൊരു റെഡ് കളറാവും അല്ലെ? റെഡ് കളറാവും, ബ്രൗൺ നിറം. റെഡ് അല്ല എന്നാ മൈലാഞ്ചി പിടിച്ചിട്ട് ഒരു മഞ്ഞയും ഓറഞ്ച് അങ്ങനത്തെ ഒരു കളർ അല്ലെ? അങ്ങനത്തെ ഒരു കളറാവും. ആ കളറിലാണ് പിന്നെ ഈ നീലമരി. അത് ഞാൻ പിറ്റേ ദിവസം ചെയ്യാറ്. അന്നൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ ടൈം 4 മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ. ആ പിറ്റേ ദിവസം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മൈലാഞ്ചി പൊടിക്ക് പകരം നീലാമരിയുടെ പൊടി എടുക്കും. അത് പിന്നെ ഇങ്ങനെ 12 മണിക്കൂർ വെക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ തന്നെ കലക്കിയിട്ട് അത് കലക്കാം. അതിന് ചായപ്പൊടി അല്ല, അതിന് സാധാ വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ വെച്ചിട്ട് കറക്റ്റ് ടെക്സ്ചർ ആക്കിയിട്ട് അത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യും. എന്നിട്ടൊരു 2 മണിക്കൂർ ഇതുപോലെ വീണ്ടും പിറ്റേ ദിവസം ചെയ്യും. എന്നിട്ട് അത് കഴിക്കളയും. അപ്പോൾ ഫസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ ഇത് കറപ്പായിട്ട് മാറും. നമ്മൾ നേരിട്ട് നീലാമരി ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അത് ചെയ്യില്ല, വെള്ളമുടിയിൽ അത് പിടിക്കില്ല തോന്നുന്നുണ്ട്. ഈ ബ്രൗൺ ആയ അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞ പോലത്തെ കളർ വന്ന ആ മുടിയിൽ മാത്രമേ തോന്നുന്നുണ്ട് ഈ നീലാമരി പിടിക്കുള്ളൂ. അപ്പൊ അതിലാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പൊ കുറെ ആളുകൾ ഇതുപോലെ എന്റെ ഒരു സുഭാഷല്ലേ, സുഭാഷ് പറഞ്ഞ പോലെ മറ്റേ തന്നെ ആദ്യം മുതൽ ഉപയോഗിക്കാറ് ഡൈ ചെയ്യും. എന്നിട്ട് ഫുള്ള് നരച്ചുത്രേ. അത് നമ്മൾ കാണുന്നില്ല, കാരണം നരച്ചിരിക്കല്ലേ, അല്ല എപ്പോഴും ഡൈ അല്ലേ. അത് ഇത് ഈ സാധനം ഉപയോഗിക്കാൻ അവർക്ക് ടൈം ഇല്ല. ഞാൻ പണ്ട് ഈ നരച്ചുമുടിയുടെ കാര്യം പറയുമ്പോൾ എന്റെ അച്ഛന് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് അച്ഛന് ഇതുപോലെ മുടി നരച്ച, അപ്പൊ
ഇങ്ങനെ നര വന്ന് തുടങ്ങുന്ന പ്രായം. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ അച്ഛന്റെ തലയിൽ നിന്നിട്ട് ആ വെള്ളമുടിയൊക്കെ ഇങ്ങനെ പറിച്ച് കൊടുക്കുമായിരുന്നു. നെറോലത്തെ മുടിയില്ലേ, നെറോലായിരുന്നു അച്ഛൻ ആദ്യം ധരിച്ചത്. അപ്പൊ ഒഴിവ് കിട്ടി കഴിഞ്ഞാൽ അച്ഛൻ പറയേ മനെ അച്ഛന്റെ തലയിലത്തെ വെള്ളമുടി പറിക്കേ പറയൂ. അപ്പൊ ഞാൻ പോയിട്ട് ഇരുന്ന് അച്ഛന്റെ തലയിൽ ഇങ്ങനെ ഇരുന്ന് പറിച്ചു. അവിടെ മുടിയൊന്നും ഇല്ല അച്ഛന്. അങ്ങനെ അപ്പൊ മുടി കറുപ്പിക്കണേന്റെ കാര്യം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. പറ്റാത്ത ചിലവർക്ക് അറിയാം. ഇത് ഒരു ആൾക്കാർക്ക് അറിയാം. കാരണം യൂട്യൂബിലൊക്കെ നമ്മൾ യൂട്യൂബ് കണ്ടിട്ടില്ല, യൂട്യൂബിൽ വീഡിയോ നമ്മൾ ചെയ്തത്. നമ്മളിപ്പോ എല്ലാം യൂട്യൂബിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കും. പക്ഷെ അങ്ങനെയുള്ള വീഡിയോയില് ചിലവര് കമന്റ് ചെയ്യണം അവർക്കത് തീരെ വർക്കൗട്ട് ആവണില്ല. പക്ഷെ അതാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഫസ്റ്റ് വന്നിരുന്നില്ല. ഫസ്റ്റ് 2-3-4 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഇത് സെറ്റ് ആവണില്ല. അത് കഴിഞ്ഞിട്ട് പതുക്കെ മുടിക്ക് സെറ്റ് ആയി തുടങ്ങിയത്. അപ്പൊ അത് 1 പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്തിട്ട് ചിലപ്പോൾ ശരിയാവില്ല. അപ്പൊ അത് 2-3 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയ്ക്ക് സെറ്റ് ആവും. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. പിന്നെ അതല്ല, തല നമ്മൾ ആദ്യം ഷാമ്പു തല ആദ്യം ഇത് ആദ്യം നിൽക്ക്. ഇത് മറ്റേതുപോലെ മറ്റേത് 15 ദിവസം 1 മാസം നിൽക്കുന്നു പറയുന്നുണ്ട് അല്ലേ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇത് അത്ര നിൽക്കില്ല. ഇത് ഏകദേശം ഒരു 1.5 ആഴ്ചക്കല്ലേ, 10 ദിവസമൊക്കെ താഴെ നിൽക്കുള്ളൂ. അല്ല പിന്നെ അതുകൊണ്ടല്ല, എനിക്ക് പെട്ടെന്ന് മുടി വളരും. അപ്പൊ അടിന്ന് വരണ മുടി ഒരു 10 ദിവസം കൂടെ നമ്മള് ചെയ്യേണ്ടി വരും. അപ്പൊ തന്നെ ഉള്ളൂ. തല മുഴുവൻ നരച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് കാണില്ലല്ലോ നിങ്ങളുടെ തല. എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇവിടെയൊക്കെ ഈ നിറവിലൊക്കെ ഇങ്ങനെ ആയി തുടങ്ങിയില്ല, കുറച്ചൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ മിണ്ടാതിരുന്ന അവിടെ. അപ്പൊ ഇനിയിപ്പൊ നിനക്ക് വെള്ളമുടിയൊക്കെ പറിച്ചിട്ട് നിന്റെ അച്ഛന്റെ തല പോലെ ആകണം. അപ്പൊ ഇത് ഇതുപോലെ കമന്റ് കണ്ടിട്ടുണ്ട്, ചിലർക്ക് അത് വർക്കൗട്ട് ആവില്ല. അപ്പൊ അതുപോലെ ചെയ്ത് നോക്കൂ. 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ ഇതുപോലെ തലയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മള് ഫസ്റ്റിൽ തന്നെ ഷാമ്പു ഇട്ടിട്ട് ഫുള്ളായിട്ട് കഴിക്കണം. എണ്ണ ഉണ്ടെങ്കിൽ പിടിക്കില്ല. പക്ഷെ വേറെ കേസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഞാൻ ഷാമ്പു ഇട്ട് കഴുകാറില്ല, എന്നാലും പിടിക്കും. കാരണം തലയിന് സെറ്റായി മാറി. അപ്പൊ ഇപ്പൊ വലിയ കുഴപ്പമില്ല. എനിക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു +1 +2 ഒക്കെ ആയ സമയത്ത് ഈ നെറുവിലില്ലേ നരച്ച മുടികൾ കുറേ ഉണ്ടായിരുന്നു. കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ അങ്ങനെ ഇല്ല, പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇഴയെടുത്ത് നോക്കുന്ന സമയത്ത് ഈ നെറുവിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ മാറിയതാണ്. എന്താ പറയുക, ഈ കുട്ടി നര എന്നൊക്കെ പറയില്ലേ, കുട്ടി പ്രായത്തിൽ വരുന്ന നര എനിക്കുണ്ടായിരുന്നു, എൻ്റെ അനിയത്തിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെയും ഇതേപോലെ പ്രസവം ഒക്കെ കഴിഞ്ഞപ്പോൾ അത് മാറി. ഇപ്പൊ ഇങ്ങനെ 1-2 വേണ്ട. അത് പക്ഷെ ഇപ്പൊ അത് പ്രായത്തിന്റെ തോന്നുന്നു. അല്ല കേട്ടോ, അന്ന് ചെറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരൊറ്റ നരമുടി നരച്ച മുടിയിട്ടാ. അപ്പൊ ഞാനതിനെ പറിച്ചു കളയാണ്ട് അവിടെ ഇരുന്നോട്ടെ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ മറിച്ചിട്ടൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് വന്നിട്ട് നിനക്കൊരു നരച്ച മുടി വിട്ട് അങ്ങനെ അതിനെ പറിച്ചു കളഞ്ഞു. മിണ്ടാതിരിക്കട്ടെ, അതിന് പറിച്ചു കളയണ്ട വെച്ചാൽ പറിച്ചു കളഞ്ഞാൽ പിന്നെ ചുറ്റും വരും എന്നുള്ള പേടി. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരെണ്ണം പറിച്ചു കഴിഞ്ഞാൽ ചുറ്റും ഇല്ലല്ലേ. ഓ ഇല്ലെങ്കിൽ വാങ്ങി അതിന് ചുറ്റും പറിച്ച് നരച്ച മുടി പറിച്ചു കളഞ്ഞാൽ ചുറ്റും വരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഞാൻ മിണ്ടാതെ നിന്നോണ്ട് അവളെ ചീത്ത അറിഞ്ഞു. ഇല്ലടി ആശയം, നിന്റെ തലയിലൊരു നരച്ചുകൂടി കണ്ടപ്പോ സങ്കടമായിട്ട് ഞാൻ പറിച്ചു കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് മറ്റേ സിനിമയില് ആ ചുവന്ന പട്ടം കണ്ടോ, കണ്ടുകൊണ്ട് അമർത്തിന്ന്, അതാ ഒരിക്കലും അമർത്തരുത് പറഞ്ഞല്ലേ. ഇത് ഈ മുടി പറിച്ചു കളയത് പറഞ്ഞു അവള് പറിച്ചല്ലേ. ചിലർക്ക് പിന്നെ നല്ല എന്താ പറയാ മുടി അങ്ങനെ പെട്ടെന്ന് നരക്കില്ല അല്ലേ. അപ്പൊ ചിലവരുടെ കാണാം ഈ ഒരു പ്രായത്തിൽ തന്നെ. ഇപ്പൊ എന്റെ പ്രായത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും ചിലവർക്കൊക്കെ നല്ല നര വന്നിരിക്കുക ഈ ഭാഗത്തൊക്കെ. ഇങ്ങനെ അത് ഈ വൈറ്റമിൻ ഡിയുടെ പിന്നെ വൈറ്റമിൻ ഡി അങ്ങനെ പല കാരണം കൊണ്ട് വരണതാണ്. ചെറുപ്പക്കാർക്കും ഇപ്പൊ ചില 10-20-22 വയസ്സായ പിള്ളേർക്ക് പോലും 10-20 വയസ്സായ പിള്ളേർക്കൊക്കെ നരച്ചിട്ട് കാണാം. അതെന്ത് കുറവിന്റെ അറിയില്ല, നല്ലോണം നരച്ചത്. അത് എന്താണാവോ, എങ്ങനെയാണാവോ ഇതുവരെ. പണ്ടൊന്നും ഈ പറഞ്ഞ പോലെ അങ്ങനെ നരച്ച മുടിയുള്ള ആൾക്കാരെ അധികം അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ നരച്ച മുടിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പ്രായമായിട്ടില്ല അപ്പൂപ്പന്മാരേനെയാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ പക്ഷെ അല്ലേ, ഇപ്പൊ നമ്മുടെ അന്ന് അങ്ങനല്ല. അന്ന് 50 വയസ്സ് കഴിഞ്ഞ അപ്പൂപ്പന്മാരാണ്. ഇന്നങ്ങനല്ല, 50 വയസ്സ് കഴിഞ്ഞ പിള്ളേരല്ലേ. ഇന്ന് 60 വയസ്സ് വരെ യങ്ങാന്ന് പറയാ. കാര്യങ്ങളൊക്കെ മാറ്റി. യൂത്താണ്, യൂത്ത്. 50 വയസ്സായിട്ടില്ല എന്നാലും പറയാ. 60 വയസ്സ് വരെ യൂത്താന്ന് പറയുമ്പോ പണ്ടത്തെ പോലെ. പണ്ട് 50 വയസ്സ് കഴിഞ്ഞാൽ പ്രായമൊക്കെ പിന്നെ നമ്മുടെ മനസ്സിന്റെ ആണല്ലോ. പ്രായം മനസ്സിന്റെ ആണ്, അല്ലാണ്ട് അത് ജസ്റ്റ് നമ്പറാ.
കണിക്കൊന്ന നോക്കിയൊക്കെ കണിക്കൊന്ന ഇഷ്ടംപോലെ ഇപ്പൊ ഉണ്ട്. കൊറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയം അത് എന്താ പറയാ കൊഴിഞ്ഞു പോകും അല്ലേ? അങ്ങനെ അയ്യോ സൂപ്പർ മാർക്കറ്റിൽ പോണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അല്ല അതിന് മുന്നേ എനിക്ക് ഡാൻസിന് പോണം, തിരുവാതിര. കടയിലേക്ക് വന്നിട്ട് പോവാ. 5:30ക്കാണ് പ്രാക്ടീസ്. അപ്പോ 5:30ക്ക് പോയാൽ 6:00 വരാം. സമയത്ത് 5 അപ്പൊ ഞാൻ വേഗം റെഡി ആയിട്ട് പോയിട്ട് വരാം. പിള്ളേരപ്പേക്കും കുളിക്കട്ടെ. വരണം പറഞ്ഞിട്ട് നിക്കണ്ട്. അവർക്ക് എന്താന്നറിയില്ല. കുറച്ച് ഇന്നലെ തൊട്ട് തുടങ്ങിയാണ്. ടൗണിൽ പോണ്ടോ, സൂപ്പർ മാർക്കറ്റിൽ പോണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മള് ബാസ്കറ്റില് 1-2 സാധനം എടുത്തിട്ട് തിരിയുമ്പോഴേക്കാണ് 10-20 സാധനങ്ങള് ഞെട്ടി പോകുന്നത്. അവരവിടെ പോയിട്ട് ലേസ് പിന്നെ അവരുടെ ഓരോരോ കാര്യങ്ങള്, ബിസ്ക്കറ്റ്. അത് ബിസ്ക്കറ്റും ലൈസൊന്നും പിള്ളേർക്ക് കഴിക്കാൻ പാടില്ലാത്ത എന്താ ചെയ്യുക പിള്ളേർക്ക്. ആദ്യം ഒന്നും കൊടുത്തിരുന്നില്ല കേട്ടോ. ഇപ്പൊ പിന്നെ വല്ലപ്പോഴും എനിക്കിഷ്ടം ഈ പച്ച ലേസ് ഒക്കെ നല്ല ഇഷ്ടാട്ടാ എനിക്ക്. ചില സമയത്ത് പിള്ളേര് നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെയില്ല. നമ്മള് കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് വേണ്ട, അവർക്ക് ഇതുപോലത്തെ പാക്കറ്റ് ഫുഡൊക്കെ മതി. അതിനോടൊരു രുചിയുള്ള അത് അതിന് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു അഡിക്ഷൻ വരും. ഇപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പച്ച ലേസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞാനിങ്ങനെ വാങ്ങി കഴിക്കും. പിള്ളേരെ കാണിക്കില്ല കേട്ടാ. അപ്പൊ പിള്ളേരെ കാണിച്ചു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളിത് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തരല്ലേ, ഞങ്ങളോട് ലേസ് കഴിക്കണ്ട പറയും, എന്നിട്ട് അമ്മ കഴിക്കല്ലേ എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോണ സമയത്ത് ഒരു പ്രാവശ്യം ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. അതാണ് കാര്യം. നമ്മളെ കൺട്രോൾ ചെയ്യാം. സമയമില്ലേ വേഗം ഡാൻസ് പോയിട്ടോ. ഞാൻ ഡ്രസ്സ് മാറിക്കോ എന്നിട്ട് അങ്ങോട്ട് പോവാം. അവര് മടിച്ചിരിക്കും കേട്ടോ കുളിക്കാന്, പറഞ്ഞുകൊണ്ടിരുന്നോ. അപ്പോ എവിടെ പോയതാ? അമ്മേനെ അന്വേഷിച്ചു. നീ എന്തൊക്കെ എടുത്തു വെച്ചു? എന്താ എടുക്കാൻ പോയത്? ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. ശ്രീ എവിടെയായിരുന്നു? ജ്യൂസ് കിട്ടിയില്ലേ? അയ്യോ ലേസ് വാങ്ങണില്ലല്ലോ നമ്മള്. ഇത് പിടിക്ക്, ചീര പിടിക്ക്. അല്ല ഈ അല്ല ലേസ് നമ്മൾ ഈ അടുത്ത് ഒരു പ്രാവശ്യം കഴിച്ചതാ അയ്യോ കറിവേപ്പില വാങ്ങണം. ഇത് കവറിലിടണോ ചീര? ചീര കവറിലിട്ടുണ്ടോ തോന്നുന്നുണ്ട് കേട്ടോ, അറിയില്ല. സമ്മതിച്ചിട്ടൊന്നുമില്ല. പിന്നെ എണ്ണ കാച്ചാൻ വേണം. കുമ്പളങ്ങി മത്തങ്ങ നമ്മുടെ ആണോ എടുത്തു? കുമ്പളങ്ങി മത്തങ്ങ എടുത്തില്ല. ഇല്ല നമ്മള് സാധാരണ പച്ച വെള്ള ക്യാബേജാണ് ഉപയോഗിക്കാറ്. ഇതൊന്നും നല്ല കുറുക്കിയ കുറച്ചെടുത്താലോ. പക്ഷെ എന്താന്ന് പറയാ ഞാന് ചോറ് കഴിക്കും നല്ല കറികളുണ്ടെങ്കിൽ. ടൂറ് പോണ്ടേ? നിങ്ങളല്ലോ ടൂർ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത മാസം. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഉറങ്ങണം തോന്നിക്കഴിഞ്ഞത് വെച്ചിട്ട് ഉറങ്ങാൻ. ഞാൻ കുറെ നാളായി വിചാരിക്കണത് വാങ്ങണം. എപ്പോഴും കാറിൽ ഇങ്ങനെ ചില സമയത്ത് ഉറക്കം വരുമ്പോ ഇങ്ങനെയൊക്കെ പോവും. അപ്പൊ കഴുത്ത് വേദന വരും. ഞാനാണെങ്കിൽ കഴുത്ത് വേദന ഉള്ള ഒരാളും കൂടിയാണ്. അത് മനസ്സിലാക്കണം നിങ്ങള്. മനസ്സിലായോ? അപ്പൊ ഈ സാധനം കണ്ടുപിടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയല്ലേ? അതല്ല, എന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോ നമ്മളത് വാങ്ങണമല്ലോ. വലിയ വിലയൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചുകൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞൊരു വാഷിംഗ് ലിക്വിഡ് എടുക്കാനാ വന്നത്. വാങ്ങി അല്ല, ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ വാങ്ങിയില്ല. പിന്നെന്താ, അല്ല എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ എന്താ പറയുക പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട് പ്ലാസ്റ്റിക്കിന്റെ കൊട്ടോണ്ട് നിറയ്ക്കണം അല്ലേ? ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ വാങ്ങി വെക്കാൻ നല്ല രസമല്ലേ?
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷനിലേക്ക് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും വരും. നൂഡിൽസ് വേണ്ട പറഞ്ഞിട്ട് എത്ര പേര് കുറേ നാളായി. വല്ലപ്പോഴും ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാം. സൂപ്പർ മാർക്കറ്റ് വരുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കും. ഡെയിലി ഒക്കെ കഴിക്കുമ്പോഴല്ലേ പ്രശ്നം. നമ്മളിപ്പോൾ വല്ലപ്പോഴും വന്നു കഴിഞ്ഞാൽ അതുമാതിരി 2 പാക്കറ്റ് വാങ്ങും, അത്ര തന്നെ. ചെറുതായിട്ട് ലൈറ്റായിട്ട്. എല്ലാത്തിൻ്റെയും ടേസ്റ്റും കാര്യങ്ങളും നമ്മൾ അറിയണമല്ലോ. പക്ഷെ എന്നാൽ ഡെയിലി ആവാനും പാടില്ല, അതാണ്. ചുറ്റുമുക്കാണ് അല്ലേ? ആ ശരി ശരി, താങ്ക് യു കേട്ടോ. എന്താ ചെയ്യണ? വർക്ക് ചെയ്യുന്നുണ്ടോ? ആണോ? ആ ശരി ശരി. ആ അതെ അല്ലേ? ആ വിയ്യൂര്. അതെ അതെ അല്ലേ? ആ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴേ സൗമ്യ ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ട്. ഉണ്ടേട്ടാ സൗമ്യ ചേച്ചി കണ്ടു. അപ്പു ഒന്ന് പറഞ്ഞു കണ്ടു എന്നുള്ളത്, സൗമ്യ ചേച്ചിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് വിയ്യൂര് 2 കിലോമീറ്റർ. എവിടെയാണ്? അതെ അതെ. ഇതിപ്പോ എവിടെ പോയത് നിങ്ങളാണല്ലോ? അല്ല ഇപ്പൊ എവിടെ പോയത് നിങ്ങളാണല്ലോ? ഇനിയിപ്പോ ഞങ്ങള് വൈകുന്നേരത്തെ അങ്ങനെ ഇറങ്ങി ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. പിള്ളേര് പിന്നെ വെക്കേഷൻ ഇന്നലെ പരീക്ഷ കഴിഞ്ഞു അവരുടെ, അപ്പൊ പിന്നെ അവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയത്. ഉണ്ടോ ഈ നേരമായിട്ടോ? ചേച്ചി നേരെ വീട്ടിലേക്കാ? അല്ല ശരി 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 എന്നാട്ടാ. ഓക്കെ അതെ അല്ലേ? താങ്ക് യു. ശരി എന്നാ. ആ ഉള്ളു കയറി സാധനങ്ങൾ വാങ്ങിച്ചതപ്പോ അങ്ങോട്ട് എന്നെ കൊണ്ട് പണിപ്പിക്കുന്നത് വീഡിയോ എടുക്കല്ലേ? എനിക്ക് ഇത്രയും സാധനങ്ങള് ഉണ്ടിട്ടാ വയ്യല്ലോ. കുറച്ച് അച്ഛനിതാ, അച്ഛൻ ടേസ്റ്റ് നോക്കട്ടെ. അപ്പോ കുറച്ച് അച്ഛൻ ടേസ്റ്റ് നോക്കട്ടെ. കുറച്ച് അച്ഛനിതാ, അച്ഛൻ നോക്കട്ടെ. എന്ത് സാധനം? മോൺസ്റ്ററോ? എനിക്ക് വേണ്ട. കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? ഹലോ, എനിക്ക് വേണ്ടാന്ന്. ഷുഗർ കട്ടാണ്, ഷുഗർ കട്ട്. വേണ്ട 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 വേണ്ടെന്ന്. എടാ അച്ഛനൊന്നും കഴിക്കാൻ പാടില്ല. അച്ഛനൊന്നും കഴിക്കാൻ പാടില്ല. ഞാനും എന്നോട് പറയാറുള്ളതല്ലേ ഇത് കഴിക്കണ്ടെന്ന്. ഇവിടെ പച്ചലൈസ് പുറത്ത് വേണം. പച്ചലൈസും സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാലേ അപ്പൊ അവർക്ക് ലൈസും വേണം, ഈ സ്പ്രൈറ്റും വേണം. പിള്ളേർക്കല്ലേ? അവരത് കാണാതെ എടുത്തിട്ടോളൂ. ഒക്കെ പച്ചലൈസ് കൂടെ തന്ന അതൊന്നും കഴിക്കാൻ പാടില്ല ശ്രീ. അത് അങ്ങോട്ട് കൊണ്ടേക്കണ്ടേ? അത് അങ്ങോട്ട് കൊണ്ടേക്കണ്ടേ? ഉള്ളിലിരുന്നോ? ഓക്കെ. നമ്മളിഞ്ഞ് വീട്ടിലേക്ക് ഇനിയിപ്പൊന്നും ഒക്കെ എടുത്തു കഴിഞ്ഞല്ലോ. അതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചുറ്റാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതെ അതെ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും എല്ലാവരെയും കാണാറുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ അവരൊക്കെ കൽക്കട്ടയല്ലേ പറഞ്ഞത്? കൽക്കട്ട,
ആ ഭാഗങ്ങളിലുള്ളവരാണ്. അപ്പൊ അവർക്കൊക്കെ ചിലരിടത്തൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല കേട്ടോ, കാരണം അവര് ഹിന്ദിയാണല്ലോ പറയണ്ടാവുക. അപ്പൊ അവര് മലയാളം പഠിച്ചു വരുന്ന പുതിയ ആൾക്കാരൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവരോട് സംസാരിക്കാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു സംസാരിച്ചിട്ടാ. ഭയങ്കര സ്നേഹം കേട്ടോ അവർക്കൊക്കെ. അയ്യോ, നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് കുറെ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതെ അതെ, അപ്പൊ എവിടെ പോയാലും അതെ ഭാഷ അറിഞ്ഞാൽ കുഴപ്പമില്ല. അതെ. അങ്ങനെ അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങള് വല്ലപ്പോഴും ഒന്ന് ഇവിടുന്ന് ഷോപ്പിന് പോകും. അതെ, അടുത്തുള്ള കടകളിൽ നിന്നും ഒക്കെ തന്നെയാ വാങ്ങാറ്. അപ്പൊ വല്ലപ്പോഴും ഇടയ്ക്കൊന്ന് ഇതുപോലെ ഷോപ്പിംഗ് എല്ലാവരും കൂടി ഇറങ്ങിയ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇറങ്ങാറ്. ഇവിടെ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ആർഭാടാക്കും. ആ അതെ അതെ. അപ്പൊ ഇനി ഞങ്ങള് നേരെ വീട്ടിൽ പോണെന്ന് നമുക്ക് നമ്മുടെ വടക്കുന്നാലൊന്ന് വലം വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.